7 വർഷം മുൻപാണ് ദീപുവിന് ഈ അപൂർവ രോഗം ബാധിച്ചത്. ആദ്യം വേഗത്തിൽ നടക്കുമ്പോൾ കാലുമടങ്ങി വീഴുകയായിരുന്നു. ഒടുവിൽ 2 വർഷത്തിനുള്ളിൽ പരസഹായമില്ലാതെ കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി ദീപു. ആകെയുണ്ടായിരുന്ന 10 സെന്റ് സ്ഥലവും കടയും വിറ്റ് വീട്ടുകാർ ദീപുവിനെ ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെല്ലാം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ഹൈദരാബാദിൽ വെച്ചാണ് ദീപുവിനെ ബാധിച്ചത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗമാണെന്ന് സ്ഥിരീകരിച്ചത്. ശരീരത്തിലെ മസിലുകളുടെ ശക്തി ക്ഷയിക്കുന്ന ഈ രോഗം ബാധിച്ച് കിടപ്പിലായവർ ആരും തന്നെ ഇതുവരെ എഴുന്നേറ്റിട്ടില്ലത്രേ. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ലാത്ത രോഗങ്ങളുടെ പട്ടികയിലാണ് ഈ രോഗവും. 5 വർഷത്തോളം കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാനാവാതെ ദീപുവും കിടന്നു. അപ്പോഴാണ് പന്തളം സ്വദേശിയായ ആയുർവേദ ഡോക്ടർ സുശീൽ കുമാറിനെ കുറിച്ച് ദീപു അറിയുന്നത്. മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ട് ചികിത്സ ആരംഭിച്ചു. 6 മാസത്തെ ചികിത്സ കൊണ്ട് നല്ല പുരോഗതിയുണ്ടായെന്ന് ദീപു തന്നെ സമ്മതിക്കുന്നു. കട്ടിലേന്ന് ഒരാൾ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് വെക്കണമായിരുന്നു നിന്നിരിക്കണമെങ്കിൽ. ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ തന്നെ എഴുന്നേക്കാം, തന്നെ വീൽചെയറിൽ കയറിയിരിക്കാം. ഒരിച്ചിരി പുറത്തിരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് കയറെ പിടിച്ച് നടക്കാം. 6 മാസത്തെ ചികിത്സാ ചിലവ് ഇതുവരെ നൽകിയിട്ടില്ല. ചികിത്സ തുടരാൻ പണമില്ലാതെ വിഷമിക്കുകയാണ് ഈ 28-കാരൻ. ഇനിയിപ്പം മുന്നോട്ടിനി ഒരു 3-4 മാസത്തെ ചികിത്സ കൂടെ വേണമെന്നാണ് പറയുന്നത്. എല്ലാം കൂടെ 3-4 ലക്ഷം രൂപ ആകുമെന്നാണ് പറയുന്നത്. സുമനസ്സുകളായവർ സഹായിച്ചെങ്കിൽ മാത്രമേ ദീപുവിന്റെ ചികിത്സ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.